പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് കൃപ ആർജിക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നതാണ്. എല്ലാ ദിവസവും നമ്മൾ ആർജിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അനുഗ്രഹവും, ഒന്ന് കൃപയും. അനുഗ്രഹം ശരീരത്തിലുള്ളതും ഫിസിക്കലുമാണ്, ഫിസിക്കൽ ഫേവേഴ്സാണ്. കൃപ ആത്മാവിനുള്ളതും നിത്യജീവിതത്തിനും. അപ്പം അനുഗ്രഹം അനുദിന ജീവിതത്തിനും, കൃപ നിത്യജീവിതത്തിനും വേണ്ടിയാണ്. ഈ രണ്ട് കാര്യത്തിലും വിശ്വാസി ജാഗ്രത ഉണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ അഭിഷേക പ്രാർത്ഥന സ്വീകരിക്കുകയാണ്. കൈകൾ കൂപ്പി കണ്ണടച്ച്. എന്താ പൊസിഷൻ നിങ്ങൾക്ക് നല്ലത്? ഇരിക്കുന്നവരുണ്ടാകാം, ചിലപ്പോൾ ഇപ്പം എഴുന്നേറ്റ് വരുന്നവരുണ്ടാകാം. എനിവേ, യു കീപ്പ് യുവർ കൺവീനിയൻറ്റ് പൊസിഷൻ. നിങ്ങൾക്ക് എന്താ സൗകര്യപ്രദം തോന്നിയ ആ ഹൃദയത്തിനൊരു ജാഗ്രത വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആരോഗ്യത്തോടെ നിൽക്കുന്നവർ മുട്ടുകയെന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവെ, ഞാൻ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണേ. കർത്താവ്, ഇന്ന് നവംബർ 7 തീയതി വ്യാഴാഴ്ച അങ്ങയുടെ മക്കളുടെ എല്ലാ ഗൃഹപാഠങ്ങളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉദ്യമങ്ങൾ, ഫോണിൽ വിളിക്കേണ്ട വ്യക്തികൾ, അറിയിക്കേണ്ട കാര്യങ്ങൾ, ഇന്ന് ഓഫീസുകളിൽ പ്രസൻറ്റ് ചെയ്യേണ്ട വിഷയങ്ങൾ, കോളേജിലും സ്കൂളിലുമൊക്കെ പ്രസൻറ്റ് ചെയ്യേണ്ട ഹോംവർക്കുകൾ എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്. രാത്രി മുഴുവൻ പഠിച്ചിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലയിലൊന്നുമില്ലാതെ ഇരിക്കണ പോലെ വിഷമിച്ചിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും പരിശുദ്ധ മാതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൈകൾ നിങ്ങളുടെ ശിരസിനെ തലോടട്ടെ, നിങ്ങളെ സാന്ത്വനപ്പെടുത്തട്ടെ. അമ്മ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിങ്ങളുടെ കൂടെയുള്ള സമയമാണ്. പ്രത്യേകിച്ചോടൊപ്പം എടുത്തവർക്ക് എൻ്റെ ദൈവത്തിൻ്റെ വലിയ ചൈതന്യം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. കർത്താവ്, വീടുണ്ടവരുണ്ടാണ്, വീടില്ലാത്തവരുടെ ശരി, വീട്ടിൽ ഇഴജന്തുക്കൾ, പാമ്പുകൾ, വിഷജന്തുക്കൾ, വീട്ടിൽ വിട്ടുമാറാത്ത അലർജിയുടെ രോഗങ്ങളുണ്ട്, മനസ്സ് മടിഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. എല്ലാവരും സന്തോഷിക്കുമ്പോൾ വെറുതെ ഒറ്റക്ക് വീട്ടിൽ മൂലക്കിരിക്കുന്നവരുണ്ട്. എന്തിനാണെന്ന് അറിയാമോ? ഒന്ന് പറഞ്ഞാലും എന്ത് കൊടുത്താലും സന്തോഷിക്കാത്തവരുണ്ട്. ഞങ്ങളിങ്ങനെ പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷിക്കാൻ ഇട ഉണ്ടായിട്ട് പോലും മനഃപൂർവ്വം സന്തോഷിക്കാതെ ഡിപ്രഷൻ അടിച്ച് ഇരിക്കുന്നവരുണ്ട്. ഇവരെല്ലാം തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജീവിതത്തിൽ പുതിയൊരു വഴി ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ദൈവം എപ്പോഴും എനിക്കൊരു വാതിൽ തുറന്നു തരും എന്ന് വിചാരിച്ച് പ്രത്യാശയോടെ ഓരോ ദിവസം വരുന്നുണ്ട് ഈശോ. ഈശോ അതുപോലെ തന്നെ ഇതുപോലെ കാത്തിരിക്കാൻ കഴിവില്ലാത്തവരുണ്ട് ഈശോ. പെട്ടെന്ന് കാര്യം നടന്നില്ലെങ്കിൽ മനസ്സിടിഞ്ഞു പോണവരുണ്ട് ഈശോ. പിന്നെ പ്രാർത്ഥിക്കാൻ തോന്നാത്തവരുണ്ട് ഈശോ. അങ്ങനെ എല്ലാവരെയും അവരുടെ കുഴപ്പം കൊണ്ടാണെന്നുള്ള രീതിയിൽ അവരെ ഒഴിവാക്കല്ലെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈശോ. ഞാൻ ഒരു കാരണവശാലും ആരെയും തള്ളിക്കളയത്തില്ലെന്ന് 13:5 എബ്രായ ലേഖനത്തിൽ. I will not abandon you at any cost. ഞാൻ നിന്നെ ഒരു കാരണവശാലും നിന്നെ തള്ളിക്കളയത്തില്ല. അത് മഹാവചനമാണ്. കർത്താവെ, ആ വചനത്തിൻ്റെ നൽകിയിട്ടുള്ളത് ഞങ്ങൾക്കൊരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിൽ കർത്താവ് നീ ആരെയും തള്ളുന്നില്ല, എല്ലാവരെയും കൊള്ളുന്നവരാണ്, ഏത് സാഹചര്യത്തിലും കൊള്ളുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ, ഇന്നത്തെ ജീവിതത്തെ, നവംബർ 7 തീയതിയായി ഈ വ്യാഴാഴ്ച ഞങ്ങൾ ഉറങ്ങുന്നവരെയുള്ള സമയം, ഞങ്ങളുടെ വ്യാപാരങ്ങളെ, ഞങ്ങളുടെ വിനിമയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, നിൻ്റെ ജോലി, നിൻ്റെ വീട്, നിൻ്റെ വിവാഹം, നിൻ്റെ യാത്ര, നിൻ്റെ സംരംഭങ്ങൾ, നിൻ്റെ ഗൃഹപാഠങ്ങൾ, നിൻ്റെ സഞ്ചാരങ്ങൾ, നിൻ്റെ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തികൾ എല്ലാം നീ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ചിലയിടത്ത് ഒറ്റയ്ക്ക് പോകേണ്ട കാര്യങ്ങൾ ചെയ്യും. വേറെ ആരും കൂട്ടുവന്നിട്ട് കാര്യമില്ല, കൂട്ടുവരാനില്ലാത്തവരുണ്ട് ചെയ്യും. അങ്ങനെയുള്ള എല്ലാവരും കർത്താവ് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ചില കടകളൊക്കെ കർത്താവ് ഒരു കച്ചവടമില്ല കടകളവരുണ്ട്. കർത്താവ്, പല രാജ്യങ്ങളിൽ കർത്താവ് അവരുടെ ജീവനോപാധികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വേറെ ആൾക്കാർ അതൊക്കെ ചെയ്യണ കാരണം അവരുടെ കച്ചവടം നഷ്ടപ്പെട്ടിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ വരുന്നത് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഈശോയെ. മറ്റുള്ളവർ കച്ചവടം വെപ്പിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ വാമുടി കിട്ടുന്നവരുണ്ട്. പലതരത്തിൽ അവരെ സന്ധിക്കുകയും ഉപദ്രവിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്തിട്ട് കർത്താവ് ഒരുപാട് വിട്ടു വെച്ച് എവിടെയെങ്കിലും പോയി
കുടുങ്ങിയാൽ മതി എന്ന് ചിന്തിച്ചിട്ട് നിരാശപ്പെട്ട് ഭാരപ്പെടുന്നവരുണ്ട്. അവരെല്ലാം നീ ഇപ്പം ഏറ്റെടുക്കുക. അമ്മേ, പരിശുദ്ധമേ, കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ സർവ്വ തടസ്സങ്ങളെയും എല്ലാ മക്കളുടെ സർവ്വ ദോഷങ്ങളെയും യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 7:47. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. അതായത് ഇവളുടെ നിരവധിയായ പാപങ്ങൾ, നമ്മുടെ നിരവധിയായ പാപങ്ങള് ദൈവം ക്ഷമിക്കാനുള്ള ഒരു പോവഴി എന്താണ്? ആ പാപനിയായ സ്ത്രീയെപ്പോലെ അധികം സ്നേഹിക്കുന്നതാണ് കർത്താവിനെ. പാപത്തിന്റെ ഏറ്റവും വലിയ പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചില സമയത്ത് ഓർക്കുകയും, ഞാൻ എപ്പോൾ കുമ്പസാരക്കുള്ളൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ ഒത്തിരിയേറെ ഇറക്കറി ചെയ്യുന്ന ആവർത്തിക്കുന്ന പാപങ്ങളൊക്കെ പറയുമ്പോഴേ അവരെ ഞാൻ പല പ്രാവശ്യം കുമ്പസാരത്തിലുള്ളതായിരിക്കും. പക്ഷെ അവരത് ആവർത്തിച്ച് അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഈ സമയത്ത്. ചിലരങ്ങനെ ഉണ്ട്. എല്ലാവരും അല്ല, ഒരു 5% പേരൊക്കെ ഉണ്ടാകത്തുള്ളൂ അങ്ങനെ. ബാക്കി എല്ലാവരും രക്ഷപ്പെട്ട് വരും. പക്ഷെ ആ 5% ഞാൻ കളയത്തില്ല. എന്താ കാരണം? കർത്താവ് ഒരാളെപ്പോലും കളയത്തില്ലല്ലേ. അവർ ഞാൻ പറയും, മക്കളെ, നിങ്ങൾ ഇപ്പം നിരാശപ്പെടേണ്ട ഈ വിഷയത്തിൽ. നിങ്ങളൊരു പള്ളി ഇരുട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിളക്കുകൾ കൂടുതലെണ്ണം കത്തിച്ചു പോകും. ഇരുട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലൈറ്റ് കൂടുതലിട്ടുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങളിനി സൽപ്രവൃത്തികൾ എണ്ണം കൂട്ടിയാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു പ്രത്യേക പാവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളുടെ ഒരു കഴിവ് ഇല്ലായ്മയും അത് നിങ്ങൾക്കത് കയറാനുള്ള തടസ്സവും ഇപ്പം പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് പറ്റണ വരെയുള്ള സമയത്ത് സൽപ്രവൃത്തികളുടെ എണ്ണം കൂട്ടണം. ഈ പാപത്തിൻ്റെ ഇരുട്ടിൽ സൽപ്രവൃത്തികൾ വിളക്കായിട്ട് നിൽക്കും. അപ്പം അങ്ങനെ ഇന്ന് ചെയ്യാൻ പോകുന്ന എല്ലാ സൽപ്രവൃത്തികളും ദൈവസ്നേഹത്തോട് ചെയ്യണം. അപ്പം അധികം സ്നേഹിക്കുമ്പോൾ ദൈവം അധികം നമ്മളോട് ക്ഷമിക്കും. അപ്പം അതുകൊണ്ട് അധികം സ്നേഹിക്കാൻ വേണ്ടി ഒരു അധിക ദിവസം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതാണ്. ദൈവം നിങ്ങൾ ആ ദിവസം എടുത്തുകൊണ്ട് നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ അധികം സ്നേഹിച്ച് കൂടുതൽ സ്നേഹപ്രവർത്തികൾ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ കൂടുതൽ വിശുദ്ധരായി ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും